അറബി വീട്ടിൽ നിന്ന് ഒഴിവാക്കിയതാട്ടോ. അടിപൊളി കബോർഡ്. അതിൻ്റെ ഡോറ് ഫുള്ളുണ്ട്. അതിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിറ്റ് ചെയ്താൽ അടിപൊളി കബോർഡ് കേട്ടോ. അതുപോലെ തന്നെ നല്ല കബോർഡ് കണ്ടില്ല, കബോർഡ് ഫുള്ള് ഓപ്പൺ പീസാക്കിയിട്ട് ഇട്ടാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് ജോയിൻ്റ് ചെയ്തിട്ട് ഒരു കബോർഡ് ആക്കി എടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ കിടക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സാധനം ഉണ്ട്. ഞാനിപ്പോൾ നമ്മളെ പിക്കപ്പിൽ കയറ്റി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാൻ അവിടെ എത്തിയ ശേഷം നിങ്ങൾക്ക് കാണിച്ചിട്ട് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് പിന്നെ അത് ഓർമ്മ വന്നത് നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്നുള്ളത്. ഇതൊക്കെ നാട്ടിൽ എത്ര രൂപ നമ്മൾ കൊടുക്കേണ്ടി വരുന്നറിയോ. അപ്പോൾ ഞാൻ സാധനം കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ സാധനങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞ കബോർഡ് ഞാൻ എടുത്തു വിടുന്നത് ഇതാണ്. സാധനം ഞാൻ എടുത്തു വിടുന്ന മുതൽ ഇങ്ങനെ ഉണ്ട് മക്കളെ. ഒന്ന് നല്ലൊന്ന് തുടച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ. അതതിൻ്റെ ഡോറ്, അതിൻ്റെ ഷെൽഫ് കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അതുപോലെ തന്നെ ഇതൊരു അവിടെ ഒരു പ്ലൈവുഡിൻ്റെ പീസാണ് കേട്ടോ. അത് നമ്മളെ കട്ടിലിൻ്റെ ബെഡിൻ്റെ താഴെ ഇടാൻ വേണ്ടിയിട്ട് ഈ ലെവലിൽ ഇങ്ങനെ പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല കറക്റ്റിലൂടെ കിടന്നോളും. അപ്പോൾ നമ്മളെ ബെഡ് താഴത്ത് നമ്മൾ കിടക്കുമ്പോൾ നമ്മളെ എന്താ പറയുക ബെഡിൻ്റെ ഭാഗം താന്ന് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇതാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിടന്നോളും. ഒന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എങ്ങനെയുണ്ട് മക്കളെ നമ്മളെ കബേർഡ്? നിങ്ങളെന്നെ പറയും. അടിപൊളിയല്ലേ? ഫുള്ള് സെറ്റായിട്ട് ഈ കബേർഡിന് മാത്രം ഇതിലുള്ളത്തൊരു ചെറിയൊരു പീസ് പോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്.
ഈ ഒരു പീസ് അത് വേണമെങ്കിൽ നമുക്ക് വെക്കാൻ മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുത്ത് കാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ എൻ്റെ മോനെ, ഇതൊക്കെ ഇതുപോലത്തെ ഒരു മേശ നമ്മൾ നാട്ടിലൊന്ന് വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? പുതിയ സാധനം പോലെ ഉണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി മൊഞ്ചാക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ അടിച്ചു കൊടുത്താൽ മതി. ഇതിമേൽ സംഭവം പൊളിയായില്ലേ, വേറെ ലെവല്. ഇതിപ്പോൾ റൂമിൽ എവിടെ സെറ്റ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണുള്ളത്. എവിടെയും സ്പേസ് കാണില്ല. ഇതിൽ നമുക്കൊന്ന് ഫുള്ളൊന്ന് സ്പേസൊക്കെ ഒന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷം ഞാൻ കാണിക്കട്ടാ എവിടെ ഇട്ടുമെന്നുള്ളത്. കാരണം എല്ലായിടത്തും ഫില്ലാണ്, പല സാധനങ്ങളായിട്ട്. ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ കിടക്കട്ടെ, ഒക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ സെറ്റപ്പ് ആക്കാണ്ട്. അപ്പോൾ ഞാൻ കാണിക്കട്ടെ എവിടെയാണ് ഇത് ലാസ്റ്റ് വരണേന്നുള്ളത്. അങ്ങനെ നമ്മളത് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ സ്കൂൾക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കഴിച്ച്, പിന്നെ സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷം ബാക്കി തീർത്ത് അങ്ങനെ കൂടെ ആയിട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചത് എവിടെയാണ് ഇട്ടതെന്നുള്ള കേട്ടോ. ഗായ്സ് എങ്ങനെയുണ്ട്? നിങ്ങൾ മുമ്പ് കണ്ട ലുക്കും ഇപ്പോഴത്തെ ലുക്കും കൂടെ ഇവിടെ ശരിക്കിത് പോകുമെന്ന് പ്രതീക്ഷിച്ചതല്ല കേട്ടോ. സംഭവം ഇവിടെ കറക്റ്റായിട്ട് സാധനം നോക്കണേ, പുത്തൻ സാധനം കേട്ടോ. ഇതുപോലെ പല സാധനങ്ങൾ നമുക്ക് കച്ചറിയിൽ നിന്ന് കിട്ടും. ഇതൊക്കെ നമ്മൾ എന്തായാലും ഇത് വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരില്ലേ? അത്രത്തോളം നല്ല സാധനം കേട്ടോ. അതിലിപ്പൊക്കെ നമ്മളെ സാധനങ്ങളുണ്ടാവും, ഓരോ സാധനങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് റൂമിൽ നിന്നൊക്കെ നമ്മുടെ കച്ചറകളും സാധനങ്ങളൊക്കെ ആണ് കുറഞ്ഞ് എല്ലാ സാധനം ഇതിനകത്തും ഇതിനടുത്ത് നമ്മളെ ഷൂ കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ സെറ്റ് ചെയ്ത് ഒരുപാട് സാധനം അതിൻ്റെ ഉള്ളിലാണ് പോയി. പിന്നെ നമ്മളെ കബോർഡ് ഇങ്ങനെയൊക്കെ കിടന്നിരുന്നത് അതൊക്കെ ഒന്ന് വൃത്തിയിലായിട്ടുണ്ട്. കട്ടിൽ കുറച്ചൊന്ന് അങ്ങോട്ടായി. അങ്ങനെ കഴിഞ്ഞ് ഇവിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്, പൊടിയൊന്ന് വലിക്കാണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഫൈനൽ എല്ലാം കഴിഞ്ഞിട്ടാ. എന്തായാലും അടിപൊളിയായിട്ടത്. കാരണം ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരാൾക്ക് കയറിയൊക്കെ ഇരിക്കാം. നോക്കിക്കേ, നല്ല സൂപ്പർ സാധനം ഇതാ, ഒന്നും ആവൂല, മസ്ബൂത്ത് അടിപൊളിയല്ലേ? പിന്നെ ഇനി അഥവാ നമുക്ക് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ചെയർ ഇവിടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഒരു ചെയറും കൂടെ ഉണ്ട്. ഈ ചെയർ വേണമെങ്കിൽ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഫുഡും കൊടുക്കാനായിട്ട് പറ്റും. ഉണ്ടല്ലേ? അവിടെ ടേബിളിൻ്റെ മുകളിൽ ഫുഡ് വെച്ചിട്ട് കഴിക്കാം. എന്തായാലും അടിപൊളിയായിട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ അങ്ങനെ ആട്ടെ, നമുക്ക് പല സാധനങ്ങൾ ഇതുപോലെ കച്ചറ ബോക്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. അന്ന് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒന്ന് പറയാൻ വിട്ട്, കട്ടിലിൻ്റെ നടുഭാഗം ഇങ്ങനെ താവുമായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചെന്ന ആ പലക ഉണ്ടല്ലോ, ആ പലകയാണ് ഇതിൻ്റെ അടിയൊക്കെ എടുക്കണം കേട്ടോ. നമ്മൾ പിന്നെ ബെഡൊക്കെ ഒഴിവാക്കിയിട്ട് കറക്റ്റാണ് 3 പീസ്, ഒരു 2 ഇഞ്ചിൻ്റെ ഒരു കുറവ് മാത്രം ആ തലക്കൊക്കെ വന്നു. പക്ഷേങ്കിൽ അതിന് പ്രശ്നമില്ല, നമ്മൾ കാല് പോകുന്ന ഭാഗമാണ്. ഒരു കട്ടിലിന് എങ്ങനെയാണോ കറക്റ്റായിട്ടാണ് ആ പീസ് കിട്ടിയത് കേട്ടോ. അതന്നെ ഒരു വലിയൊരു കിട്ടലാണ്. അപ്പോൾ ഗായ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? അപ്പോൾ ഇതുപോലെ അറബി വീട്ടിൻ്റെ മുമ്പ് നമുക്ക് പല നല്ല നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ റൂമൊക്കെ അത് സാധനം വളരെ ഉപകാരം. അതിപ്പോൾ ഞാനല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ അത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടും. അതൊക്കെ നമ്മളെ റൂമുകൊക്കെ ഉപകാരപ്പെട്ട സാധനങ്ങളായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ ഇതേപോലെ ഇതിൻ്റെ ഒരു വലിയൊരു ടൈപ്പ് അവിടെ ഉണ്ട്, ഗ്ലാസ് ടൈപ്പാണ്, ഫുള്ള് ഗ്ലാസ് വരുന്ന ടൈപ്പാണ് ഡോറ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടും. എന്തായാലും അടിപൊളിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.